നമസ്കാരം. ഇന്നത്തെ കോക്ടെയിൽ തുടങ്ങുകയാണ്. ഏവർക്കും സ്വാഗതം. ഒരു 2 ആഴ്ച മുൻപാണ് നമ്മൾ ആ നഗ്ന സത്യം തിരിച്ചറിഞ്ഞത്. അതായത് ഒരാൾക്ക് വിവരം വെക്കുമ്പോഴാണ് അയാൾ സംഘപരിവാർ പ്രവർത്തകനാകുന്നത് എന്ന സത്യം. ഇത് പറഞ്ഞതാരാണ്? വിവരമില്ലാത്ത കാലത്ത് DGP ആയിരുന്നു വിവരം വെച്ചപ്പോൾ സംഘക്കാരനായ നമ്മുടെ സെൻകുമാർ സാർ. സാറിൻ്റെ ബുദ്ധിവൈഭവത്തിൻ്റെ പ്രത്യേകതകളാണല്ലോ കുറച്ച് ദിവസമായിട്ട് മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പത്മഭൂഷൺ കിട്ടിയ ശാസ്ത്രജ്ഞൻ നമ്പിനാരായണനെ അപമാനിച്ചാണ് സെൻസാർ തൻ്റെ ബുദ്ധി തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്പിനാരായണനെ തെറി പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ നാറും എന്ന് അദ്ദേഹത്തോട് ആരോ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അതും ഒരു സംഘപ്രവർത്തകനാവാനാണ് സാധ്യത. എന്തായാലും നമ്പിനാരായണനെ നാറ്റിക്കാൻ പോയിട്ട് സെൻകുമാർ സാറാണ് അടിയോടെ നാറിയത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തികച്ചും ആരോഗ്യപരമായ കാരണങ്ങളാൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും മുൻകൂട്ടി ഏറ്റ പല പരിപാടികളിലും പങ്കെടുത്തു. ഇന്നലെ അതിന്റെ അവസാനത്തെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ കിടന്നതാണ്. അതിൽ TV ഒന്നും കണ്ടില്ല. ഇന്ന് കാലത്ത് ഞാൻ പത്രങ്ങൾ നോക്കിയപ്പോൾ കണ്ടത് പത്മ അവാർഡുകളുടെ വിവരമാണ്. നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുള്ളതാണ് പ്രാഞ്ചിയേട്ടനും സെയിന്റും. ആ കഥയും അരിപ്രാഞ്ചിമാർ എങ്ങനെയാണ് പത്മ അവാർഡുകളെല്ലാം വാങ്ങിക്കാൻ ശ്രമിക്കുന്നതെന്ന്. ISRO മുൻ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണന് പത്മ പുരസ്കാരത്തിനായി ശുപാർശ ചെയ്തത് BJP MPയും കേരളത്തിലെ NDA വൈസ് ചെയർമാനുമായ രാജീവ് ചന്ദ്രശേഖർ. കത്തിന്റെ വിശദാംശങ്ങൾ പീപ്പിൾ TVക്ക് ലഭിച്ചു. സെപ്റ്റംബർ 19-നാണ് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര സർക്കാരിന് ശുപാർശ നൽകിയത്. നമ്പി നാരായണന് പത്മഭൂഷൺ നൽകിയതിനെതിരെ രംഗത്തെത്തിയ മുൻ DGPയും BJP സഹയാത്രികയുമായ സെൻകുമാർ ഇതോടെ വെട്ടിലായി. ഇതാണ് സംഗതി. BJP നേതാവ് രാജീവ് ചന്ദ്രശേഖറാണ് പ്രധാനമന്ത്രിക്ക് കത്ത് കൊടുത്ത് നമ്പിനാരായണന് വേണ്ടി ശുപാർശ ചെയ്തത്. ശുപാർശ ചെയ്തത് സംസ്ഥാന സർക്കാരാണെന്നാണ് പാവം വിചാരിച്ചത്. അതുകൊണ്ടാണ് ഈ അബദ്ധമൊക്കെ പറ്റിയത്. അങ്ങനെ വെളുക്കാൻ തേച്ചത് പാണ്ടായി, അല്ലെങ്കിൽ മലർന്നു കിടന്ന് തുപ്പി. അതിൽ നിന്നും മാറി സെൻട്രൽ ഗവൺമെന്റ് തികച്ചും ഓപ്പൺ ആയിട്ടുള്ളൊരു സിസ്റ്റം കൊണ്ടുവന്നു. ഇതിൽ തന്നെ ഈ അവാർഡ് കൊടുത്തതിൽ ആരുടെ കാര്യത്തിലും എനിക്ക് യാതൊരു എതിർപ്പുമില്ല. വളരെ സന്തോഷമുണ്ട്. മോഹൻലാലിന് ഇതിന് മുമ്പേ കിട്ടേണ്ടതായിരുന്നു എന്ന് ഞാൻ പറയും. കാരണം അത്രയും മുമ്പ് പത്മശ്രീ കിട്ടിയതാണ്. അതുപോലെ എല്ലാവരും വളരെ അർഹരാണ്. പക്ഷെ ഒരാളുടെ കാര്യത്തിൽ എനിക്ക് കാര്യമായ ചോദ്യങ്ങൾ ഉന്നയിക്കാനുണ്ട്. പറ സെൻസാറെ, ആരാണ് താങ്കൾക്ക് ഇത്ര ഇഷ്ടമല്ലാത്ത ആ ആൾ? അത് ശ്രീ നമ്പിനാരായണനാണ്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, മഹാനായ ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ അദ്ദേഹം എന്ത് കാര്യങ്ങളാണ് ഈ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്തതെന്ന് വിശദീകരിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തെ സ്പോൺസർ ചെയ്തവർക്കും അദ്ദേഹത്തിന് അവാർഡ് നൽകിയവർക്കും ഉണ്ട്. സെൻസാറിന് ഈ അസൂയ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നമ്പിസാറിനോട്. കാലം കുറച്ചായിരിക്കണു. പണ്ടേ നമ്പിസാറിന്റെ ചരിത്രം ചെയ്യുന്ന തിരക്കിലായിരുന്നു അത്രേ സെൻസാർ. ഞാൻ ഈ കേസ് രണ്ടാമത് അന്വേഷിക്കുന്ന സമയത്തും പിന്നീടും ISROയിൽ 4000-ഓളം ശാസ്ത്രജ്ഞന്മാരും എഞ്ചിനീയേഴ്സും ഉണ്ട്. അവരിൽ നിരവധി പേരോട് ചോദിച്ചിട്ടുണ്ട്, ഇദ്ദേഹം ചെയ്ത വലിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അവരുടെ എല്ലാം മറുപടി നെഗറ്റീവായിരുന്നു. എന്റെ നായകവേഷം തട്ടിയെടുക്കാനുള്ള ഇതിന്റെ അടവ്. അതേടാ, അടവ് തന്നെ. ഞാനൊരു 1 കോടി രൂപയുടെ കോമ്പൻസേഷൻ സൂട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് മിസ്റ്റർ സെൻകുമാർ ഒരു പ്രതിയാണ്. അപ്പോൾ അതിൻ്റെ നിലവിൽ നിൽക്കുന്ന ഒരു കേസ് നിൽക്കുമ്പം ഇതിനെക്കുറിച്ച് പറയുന്നത് തന്നെ ഇപ്പം ഇവൻ പറഞ്ഞത് ഉൾപ്പെടെ എല്ലാം ആക്ച്വലി സബ്ജുഡീസ് ആണ്. കിട്ടാവുന്നവരോടൊക്കെ ഇങ്ങനെ നമ്പിസാറിന്റെ ഗുണമേന്മയെക്കുറിച്ച് ചോദിക്കുന്നതിന്റെ പൊരുൾ എന്താണാവോ? അപ്പോ സാറ് പണ്ടേ ഈ ശാസ്ത്രജ്ഞന്റെ പിറകെ നടപ്പാണല്ലേ? ISRO ചെയർമാനായിരുന്ന ശ്രീ G. മാധവൻ നായരോടും ഞാൻ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, എന്താണ് ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്ന്. അപ്പോൾ ശരാശരി ഒരു ശാസ്ത്രജ്ഞനിൽ താഴെയുള്ള 1994 സ്വയം വിരമിക്കലിന് കത്തുകൊടുത്ത ആ മഹാൻ എന്ത് ശാസ്ത്രീയ നേട്ടമാണ് ഭാരതത്തിനോ ISROയ്ക്കോ ഉണ്ടാക്കിയത് എന്ന് പറയേണ്ട ബാധ്യത തീർച്ചയായിട്ടും സ്പോൺസർ ചെയ്തവർക്കും ഇത് കൊടുത്തവർക്കും ഉണ്ട്. ആകെ മൊത്തം അബദ്ധമാണല്ലോ സാറേ. സുപ്രീം കോടതി ഒരു സമിതിയെ നിയോഗിച്ച് ചാരക്കേസ് വീണ്ടും അന്വേഷിക്കുന്നു എന്നൊക്കെയാണ് സാറ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ആ സമിതി പോലീസുകാരുടെ കൊള്ളരുതായ്മ അന്വേഷിക്കാനുള്ളതാണെന്ന് ആരാണ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക? റിട്ടയർ ചെയ്ത വളരെ ബഹുമാനപ്പെട്ട ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ വെച്ചിരിക്കുകയാണ്. ഇതിലെ കാര്യങ്ങൾ എന്തായിരുന്നു ISROയിൽ നടന്നതെന്ന് കണ്ടുപിടിക്കാൻ. അങ്ങനെ ആ ശരിയായ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി തന്നെ അതിൽ ഇരിക്കെ, സുപ്രീം കോടതി വിധികൾ നടപ്പാക്കാൻ താല്പര്യം കാണിക്കുന്ന എല്ലാ സർക്കാരുകളും എങ്ങനെയാണ് ആ സമിതി ഒരു കണ്ടെത്തൽ നടത്തുന്നതിന് മുമ്പ് ഇത്തരമൊരു പത്മ അവാർഡ് ഇങ്ങനെ ഒരാൾക്ക് കൊടുക്കുന്നത്? ഇവരെ പണിഷ് ചെയ്യാനുള്ള ഒരു കേസിൽ ഇവരെ പണിഷ് ചെയ്യുന്ന രീതിയിൽ ആരൊക്കെയാണ്? ഇവർ മാത്രമാണോ
വേറെ ആളുകളുണ്ടോ എന്നുള്ള രീതിയിലാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ സെൻകുമാറിന് ഒരു മനസ്സിൽ ഒരു ഒരി കാണുമായിരിക്കും. നമ്മളും ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമാവുമോ എന്ന് പുള്ളിക്ക് സംശയം തോന്നുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, സുപ്രീം കോടതിയുടെ കമ്മിറ്റി വിൽ എൻക്വയർ ഇൻ ടു all aspects of the erring officials. ആ വാക്കതാണ്, തെറ്റ് ചെയ്തിട്ടുള്ള ഒഫീഷ്യൽസിനെ കുറിച്ച് എൻക്വയറി ചെയ്യും. പക്ഷേ ചാരക്കേസിനെ വീണ്ടും അന്വേഷിക്കാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇനിയാണ് രസം. സെൻകുമാർ സാർ ഈ സംഗതിയൊക്കെ എവിടെ നിന്നാണ് അന്വേഷിച്ച് കണ്ടെത്തുന്നത് എന്നറിയാമോ? അതൊക്കെ വാട്സാപ്പിൽ നിന്നാണ്. ദാ ഈ കഥ കേട്ടു നോക്ക്. അതുപോലെ നമ്മുടെ രാഷ്ട്രത്തിന് ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ കൊച്ചു കുട്ടികൾ മുതലും വലിയവർ വരെയുള്ള കുറേയധികം പേരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, ഹൈദരാബാദിലെ ഒരു കൊച്ചു കുഞ്ഞ് 14-15 വയസ്സുള്ളവൻ വളരെ പാടുപെട്ട് പൈസ സ്വരുക്കൂട്ടി ഒരു കമ്പ്യൂട്ടർ വാങ്ങി ആദ്യം ഹാക്ക് ചെയ്തു. അതിന് അവന് ശിക്ഷ കിട്ടി ഇന്ത്യയിൽ. അടുത്തത് അവൻ ഹാക്ക് ചെയ്തത് അമേരിക്കൻ പ്രസിഡന്റ് വെബ്സൈറ്റ് ഇതിലാണ്. അതിൽ പോയിട്ട് അവരിവിടെ വന്നു, ഇവനെ അവിടേക്ക് കൊണ്ടുപോയി ജയിലിടല്ലേ ചെയ്ത്, ഇവിടെ കേസെടുക്കുകയല്ലേ ചെയ്തത്. അവിടെ ട്രെയിനിങ് കൊടുത്ത് എത്തിക്കൽ ഹാക്കിങ്ങിൻ്റെ ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന, ഈവൺ നൗ ഹീസ് അണ്ടർ 20 എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നന്നായിട്ട് വന്നിരുന്നു. ആ പേര് ഞാൻ വിട്ടുപോയി. ഹൈദരാബാദിലെ ഒരു കുട്ടിയാണ്. സെൻകുമാർ സാർ ഒരു മുൻ DGP അല്ലേ, പറയുന്നതൊക്കെ സത്യമായിരിക്കുമല്ലോ എന്ന് ആലോചിച്ച് ഈ കാര്യം ഗൂഗിളിൽ തപ്പി നോക്കി. അങ്ങനെ ഒരു കുട്ടിയുടെ കഥ പോയിട്ട് അമേരിക്കൻ പ്രസിഡന്റിന് വെബ്സൈറ്റ് പോലുമില്ല എന്നതാണ് സത്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണോ സാറേ ആളുകൾക്ക് വിവരം വെക്കുന്നത്? എന്തായാലും ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ബാക്കി കാണാം. എൻ്റെ കാഴ്ചപ്പാട് നല്ല കാര്യങ്ങളൊക്കെ കേരളത്തിൽ വരുമ്പോൾ ഇത് മലയാളിക്ക് കിട്ടിയതാ, നമ്മളെല്ലാം കൂടെ ആഘോഷിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളതിനെപ്പറ്റി ഇനിയിപ്പോൾ വ്യാഖ്യാനങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. നല്ല കാര്യം എവിടെ നിന്നാലും ഏത് മലയാളിക്ക് സംഭവിച്ചാലും അതെല്ലാം നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നമുക്കൊരു ചെറിയ പ്രശ്നമുണ്ട് ഇവിടെ. എന്തെങ്കിലും നല്ലത് മലയാളിക്ക് കിട്ടിയാൽ അതിനെ പാറ വെക്കാൻ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന മലയാളി തന്നെയാണ്. അങ്ങനെ നമുക്ക് മാനസികമായ ചെറിയൊരു DNA പ്രശ്നമുണ്ട്. നമുക്ക് എന്തെങ്കിലും നല്ലത് മലയാളിക്ക് കിട്ടിയാൽ അതിനെ പാറ വെക്കാൻ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന മലയാളി തന്നെയാണ്. അങ്ങനെ നമുക്ക് മാനസികമായ ചെറിയൊരു DNA പ്രശ്നമുണ്ട്. നമുക്ക് ഇനി നമ്മുടെ PC ആശാന്റെ കോമഡികളാണ്. PC ആശാൻ കേരള രാഷ്ട്രീയത്തിൽ ഒറ്റാന്തടി മുച്ചാൻ വയറാണല്ലോ. ജനപക്ഷം എന്ന പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കി ആശാൻ അവിടെയുമല്ല ഇവിടെയുമല്ല എന്ന സ്ഥിതിയിലാണല്ലോ. ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ പഴയ പോലെ ആളെ കൂട്ടാനൊന്നും ഇപ്പോൾ പറ്റുന്നില്ല. എത്ര നാൾ ഇങ്ങനെ ബിരിയാണി പൊതു നൽകി പിടിച്ചു നിൽക്കും? അങ്ങനെയാണ് കണക്കെടുപ്പ് തുടങ്ങിയത്. മാധ്യമ സുഹൃത്തുക്കൾ ക്ഷമിക്കുക, ഞങ്ങൾ പാർട്ടിയുടെ ഒരു പരിശോധന ഞങ്ങൾ നടത്താറുണ്ട്. നിങ്ങളത് തമാശത്തിൽ മാധ്യമങ്ങൾ കൊടുക്കുന്ന കാണാറുണ്ട്. ഞങ്ങൾക്ക് സങ്കടം, ഞങ്ങൾക്കത് പരാതിയില്ല, കൊടുക്കാതിരിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ ഇത് ആര് കൊണ്ടുവന്നു എന്ന് നോക്കുക എന്നൊരു സ്വഭാവം എനിക്കുണ്ട്. അതിൽ നമ്മുടെ സുരേഷ് പാലപ്പൂർ, നമ്മുടെ പാർലമെന്റ് നിയമമണ്ഡലം ചെയർമാൻ, അദ്ദേഹം വഴി ഇവിടെ വന്നിട്ടുള്ളവരൊന്ന് കൈപൊക്കാവും, ഇരുന്നാൽ മതി. ഒരു മീറ്റിംഗ് നടത്താൻ എവിടെ നിന്നെങ്കിലും 4 ആളുകളെ സംഘടിപ്പിച്ചു കൊണ്ടുപോകാനാണ് PC ഉത്തരവിട്ടിരിക്കുന്നത്. അവിടെ ഇരിക്കുന്നവർക്ക് PCയെ അറിയുമോ എന്ന് പോലും അറിയില്ല. നമ്മുടെ നിഷ സംസ്ഥാന സെക്രട്ടറി, നിഷയുടെ പേര് വന്നിരുന്നു കേൾക്കാം. നമ്മുടെ ജില്ലാ പ്രസിഡന്റ് K. രാജൻ പറഞ്ഞു വന്നവരുന്ന് കേൾക്കാവോ? PC എങ്ങനെയാണ് സ്വന്തം പാർട്ടി പരിപാടികൾക്ക് ആളെ സംഘടിപ്പിക്കുന്നതെന്ന് മരുമകൾ പാർവതി ഷോൺ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതാ കേട്ടോളൂ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ എന്ത് ബേസ് ചെയ്തിട്ടാണെങ്കിലും ഒരു ജാഥയ്ക്ക് കുറച്ച് ആൾക്കാരെ കൂട്ടണമെങ്കിൽ ഒരു ബിരിയാണി പൊതി വിതരണം ചെയ്താൽ മതി, ആൾക്കാരെ ധാരാളം കിട്ടും. പരിശോധന ആവശ്യമാണ്. നേതാക്കന്മാരാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞു കയറി ഇരുന്നാൽ പോരാ, അവരൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് എനിക്ക് അറിയണം. നമ്മുടെ പാർട്ടി കമ്മിറ്റി കൂടുമ്പോൾ മുഴുത്ത വായിൽ സംസാരിക്കും. അവിടെ നിന്ന് 100, ഇവിടെ നിന്ന് 200. കമ്മിറ്റി കഴിഞ്ഞ് ഇപ്പം തന്നെ ഇനിയിപ്പോൾ അടുത്ത കമ്മിറ്റി കൂടുമ്പോൾ ആരും മിണ്ടാതിരുന്നോളൂ, പേടിക്കണ്ട. എനിക്ക് ആരൊക്കെ ആളെ കൊണ്ടുവന്ന് എനിക്ക് മനസ്സിലായല്ലോ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ PC എങ്ങനെയാ നിങ്ങളെ UDF-കാർ അങ്ങോട്ട് കയറ്റുമോ? പലരും പറയുന്നത് നമ്മൾ ഒറ്റയ്ക്കാണോ, ഇടതുപക്ഷത്തോടൊപ്പമാണോ, വലതുപക്ഷത്തോടൊപ്പമാണോ, NDAയിലാണോ, ഇതൊക്കെ ചോദ്യം ഉയരുന്നുണ്ട്. വളരെ സത്യസന്ധമായി നിങ്ങളൊരു കാര്യം ഞാൻ പറയാം. കേരള യുവജനപക്ഷം എന്ന് പറയുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് ജനങ്ങളോടൊപ്പം നിന്ന് ആത്മാർത്ഥമായി പ്രവർത്തിക്കും, ഒരു സംശയവും വേണ്ട ആർക്കും. അതല്ലാതെ ആരെങ്കിലും ചാരി നിൽക്കണമെന്ന് ഒരു നിർബന്ധവും നമുക്കില്ല. ഇങ്ങനെ ചുമ്മാ ബടായി അടിക്കണോ PC?
PC-യുടെ ഗുണം കൊണ്ട് ആ ഏരിയയിൽ കയറ്റില്ല എന്നാണല്ലോ അറിഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസംഗം കൊണ്ട് മോദിജിക്ക് ഭയങ്കര ഇടങ്ങേറായിപ്പോയി. മുഖ്യമന്ത്രി കാര്യമായിട്ട് ഓരോ കാര്യങ്ങൾ പ്രസംഗിക്കും, പക്ഷേ നാട്ടുകാർക്ക് തോന്നും അത് മോദിജിയെ കുറിച്ചാണോ എന്ന്. കേരളം ഒരു തരത്തിലുള്ള ഒരു ഭിന്ന കാലാവസ്ഥാ പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണിത്. നമ്മുടെ നാടിൻ്റെ പഴയ കാലാവസ്ഥക്ക് വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമ്മുടെ നാട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ഈ കാലാവസ്ഥാ മാറ്റം എങ്ങനെയെല്ലാം പ്രതിഫലിക്കുന്നു എന്നതിന് ധാരാളം തെളിവുകൾ നമുക്ക് ലഭിക്കും. ഇതുവരെ കുഴപ്പമില്ല. അടുത്തതായി പറയുന്ന കാര്യങ്ങളാണ് മോദിജിക്ക് കൊള്ളുന്നത്. കേൾക്ക്. ഇപ്പം നമ്മുടെ നാട്ടിലെ ദേശാടന പക്ഷികൾ ചിലപ്പോൾ വരാറുണ്ടല്ലോ. ഇപ്പോൾ ഒരു ദേശാടന പക്ഷിക്ക് നമ്മുടെ നാട് വളരെ ഇഷ്ടഭൂമിയായി മാറിയിട്ടുണ്ട്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. അത് നമ്മളെല്ലാം അസ്വസ്ഥമാക്കുന്ന ഒന്നാണ്, കുറച്ച് ഭയചകിതരുമാക്കും. അതായത് അത് മരുഭൂമികളിൽ മാത്രം കണ്ടുവരുന്ന ദേശാടന പക്ഷികളാണ്. ഭൂമിയിൽ മാത്രം കാണുന്ന ദേശാടന പക്ഷികൾക്ക് ഇപ്പോൾ നമ്മുടെ നാട് അവരുടെ ഒരു ഇഷ്ടഭൂമിയായി മാറിയിട്ടുണ്ട്. എന്തൊരാപത്താണ് വരാൻ പോകുന്നത് എന്താണ് നാം ചിന്തിക്കേണ്ടത്. എന്ത് ചെയ്യാം, ദേശാടന പക്ഷി എന്ന് കേൾക്കുമ്പോഴേ ആളുകൾക്ക് മോദിജിയുടെ ചിത്രമാണ് മനസ്സിൽ വരുന്നത്. പോട്ടെ, അടുത്തത് അമിത്ഷായെ കുറിച്ചാണോ മുഖ്യമന്ത്രി പറയുന്നത് എന്ന് ആരും സംശയിച്ചു പോകും. അതുപോലെ തന്നെ മറ്റൊരു കൂട്ടം പക്ഷികളുണ്ട്, റോസി പാസ്റ്റർ. ഈ പക്ഷിയെ കാണുന്നത് നമ്മുടെ വടക്കേ ഇന്ത്യയിലെ ചൂടേറിയ സ്ഥലങ്ങളിലാണ്. വടക്കേ ഇന്ത്യയിലെ ചൂടേറിയ സ്ഥലങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഈ റോസി പാസ്റ്റർ ഇപ്പോൾ കോട്ടയം, തിരുനക്കര ഭാഗങ്ങളിൽ ധാരാളമായി കാണുന്നുണ്ട്. ഒരു വല്ലാത്ത മുന്നറിയിപ്പ് നമുക്ക് ഈ പക്ഷികളുടെയൊക്കെ വരവ് നൽകുകയാണ്. ഇനി പൊളിട്ടൂണാണ്. കർണാടകയിൽ തീരാത്ത BJPയുടെ കുതിരക്കച്ചവടം. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ കൊണ്ട് തീരുകയാണ്. വീണ്ടും നമുക്ക് നാളെ കാണാം. നമസ്കാരം.